ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുട്ടനാട് തഹസിൽദാർ ഷിബു സി ജോൺ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 9-നാണ് ചമ്പക്കുളം പമ്പയാറ്റിൽ മൂലം ജലോത്സവം നടക്കുക. നമ്മുടെ ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളം ജലോത്സവം 2025 ജൂലൈ 9 ബുധനാഴ്ച ചമ്പക്കുളത്ത് പമ്പയാറ്റി വെച്ചാണ് നടത്തപ്പെടുന്നത്. കേരള സംസ്ഥാനത്തിലെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സംസ്ഥാനത്തിലെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചമ്പക്കുളത്താറ്റിലെ ഈ മൂലം വള്ളംകളി. ചങ്ങനാശ്ശേരി അതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി താലൂക്കിലെ പെട്ട കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാവിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചമ്പക്കുളത്ത് വർഷങ്ങൾക്ക് മുമ്പ് എത്തി മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇറക്കി വെച്ച് അന്ന് അവിടുത്തെ ആ ഒരു ആചാരപരമായ പൂജയൊക്കെ നടത്തി അവിടെ നിന്നും കളിവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി നാനാജാതി മതസ്ഥരുടെ സഹകരണത്തോടും കൂടി ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ ചരിത്ര സ്മരണ നിലനിർത്താൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ മൂലം വള്ളംകളി. അമ്പലപ്പുഴ മൂലക്കാഴ്ച തുടർച്ചയായിട്ടാണ് മൂലം വള്ളംകളി നടത്തപ്പെടുന്നത്. ആണ്ടുതോറും മിഥുനമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഈ വള്ളംകളി കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കം കൂടിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചമ്പക്കുളത്തെ മൂലം വള്ളംകളി. ചങ്ങനാശ്ശേരി താലൂക്കിൽപ്പെട്ട കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചമ്പക്കുളത്തെത്തി മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇറക്കി വെച്ച് അവിടെ നിന്നും കളിവള്ളങ്ങളുടെ അകമ്പടിയോടും നാനാജാതി മതസ്ഥരുടെ സഹകരണത്തോടെയും ചെമ്പകശ്ശേരി രാജാവ് വിഗ്രഹം അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയതിന്റെ ചിരസ്മരണ നിലനിർത്തുവാൻ വേണ്ടി ആരംഭിച്ച അമ്പലപ്പുഴ മൂലക്കാഴ്ചയുടെ തുടർച്ചയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ആണ്ടുതോറും മിഥുനമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഈ വള്ളംകളി കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കം കൂടിയാണ്. ഈ വർഷം കേരളത്തിലെ പ്രമുഖങ്ങളായ 5 ചുണ്ടൻ വള്ളങ്ങൾ, 3 എ ഗ്രേഡ് വെപ്പുവള്ളങ്ങൾ, 3 ബി ഗ്രേഡ് വെപ്പുവള്ളങ്ങൾ എന്നിങ്ങനെ 11 വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് സമ്മാനദാനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ജലഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് മാസ്റ്ററിൽ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ജൂലൈ 5-ാം തീയതി രാജപ്രമുഖൻ ട്രോഫിയും വഹിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ പഞ്ചായത്തുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മങ്കൊമ്പിൽ സമാപിക്കും. കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ മണിക്കുട്ടൻ തിരുമേനി ഭദ്രദീപം തെളിയിച്ച് ഘോഷയാത്ര ആരംഭിക്കുന്നതും ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്. മങ്കൊമ്പിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷത വഹിക്കും. കുട്ടനാട് MLA തോമസ് കെ തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചമ്പക്കുളം കല്ലൂർക്കാട് ബസലിക്ക റെക്ടർ റവറൻഡ് ഫാദർ ഡോക്ടർ ജെയിംസ് പാലയ്ക്കൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തുടർന്ന് മജീഷ്യൻ വിൽസൺ ചമ്പക്കുളത്തിന്റെ മാജിക് ഷോ നടക്കും. ജൂലൈ 6-ാം തീയതി 2 PM തകഴി ശിവശങ്കരപിള്ള സ്മാരക UP സ്കൂളിൽ വെച്ച് പ്രശസ്തമായ ടീമുകളെ പങ്കെടുപ്പിച്ച് കൈകൊട്ടിക്കളി നടത്തപ്പെടുന്നു. അഡ്വക്കേറ്റ് U പ്രതിഭ MLA കൈകൊട്ടിക്കളി മത്സരം ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 7-ാം തീയതി 3 PM ചമ്പക്കുളം പോരൂക്കര സെൻട്രൽ സ്കൂളിൽ നിന്ന് ആരംഭിച്ച് ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ക്ഷേത്രം വഴി ചമ്പക്കുളം സെയിന്റ് മേരീസ് ബസലിക്ക നഗറിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടത്തപ്പെടും. സാംസ്കാരിക സമ്മേളനം അമ്പലപ്പുഴ DYSP രാജേഷ് KN ഫ്ലാഗ് ഓഫ് ചെയ്യും. 4 PM നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും ആദരിക്കലും ചമ്പക്കുളം സെയിന്റ് മേരീസ് ബസലിക്ക നഗറിൽ വെച്ച് നടക്കും. സാംസ്കാരിക ഫിഷറീസ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യും. കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും. പ്രശസ്ത സിനിമാ താരം പ്രമോദ് വെളിയനാട് വള്ളംകളി രംഗത്തെ പ്രമുഖരെ ആദരിക്കും. ജൂലൈ 8-ാം തീയതി 3 PM ചമ്പക്കുളം ബസ് സ്റ്റാൻഡിന് സമീപം വഞ്ചിപ്പാട്ട് മത്സരം നടത്തപ്പെടും. മുൻ MLA CK സദാശിവൻ വഞ്ചിപ്പാട്ട് മത്സരം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA KK ഷാജു സമ്മാനദാനം നിർവഹിക്കും. വള്ളംകളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കുട്ടനാട് തഹസിൽദാർ ഷിബു സി ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, പബ്ലിസിറ്റി ചെയർമാൻ KG അരുൺകുമാർ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് ചെയർമാൻ MS ശ്രീകാന്ത്, റൈസ് കമ്മിറ്റി കൺവീനർ KV മുരളി, പബ്ലിസിറ്റി കൺവീനർ അജിത് പിഷാരത്, ജോസഫ് ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു.